പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു പെർട്ടിക്കുലർ ലൈവിൽ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞപ്പം ഈവൻ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാരും നമ്മുടെ ഓഡിയൻസിനും വരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തിനാണ് പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഭയങ്കര അല്ല, ഞാൻ എൻ്റെ സ്വന്തം സൈഡിൽ നിന്ന് തന്നെ പറയാം, ഭയങ്കര ഇമ്മച്യൂർ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ട് സംസാരിച്ചത് എന്നുള്ളൊരു സാധനം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനൊരു വ്യക്തത എനിക്ക് തരണം. നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ ജസ്റ്റ് ഇത് ഞാൻ പറയുകയാണ്, ഇത് വേറെ സൈഡിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുള്ളത് കൊണ്ട് പറയാം. അവർക്കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നിനക്കൊക്കെ ഇവിടെ ഇരുന്ന് തെറി ഊമ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല തള്ളക്കി വിളിക്കാൻ തിരിച്ചു വിളിക്കും. എനിക്ക് അങ്ങനത്തെ പേടിയുള്ള കാര്യമൊന്നുമല്ല, മനസ്സിലായ? അപ്പോൾ മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കാനാണെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്ക്. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടേ കയറത്തുള്ളൂ. അപ്പം മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കാമെന്നുണ്ടെങ്കിൽ കേൾക്കണം. ഇവിടെ തെറി ഉമ്പിക്കൊണ്ടിരുന്ന മുട്ടൻ തെറി, അതിനൊക്കെ തെറി, നിന്നേക്കാളും തെറി എനിക്ക് വിളിക്കാനറിയാം. അത് നീയൊക്കെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വന്നവന്മാർക്കെല്ലാം കിട്ടിയിട്ടുള്ളതും ആണെന്ന് എനിക്ക് തന്നതുപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയണ കാര്യം, ഞാൻ എല്ലാ ക്വസ്റ്റ്യനുമുള്ള മറുപടി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. സോ അപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ലൈവ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചോ. അതായത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കോമ്പറ്റീഷൻ ആയിട്ട് തോന്നിയിട്ടില്ല, ഞാൻ ഇവരെ ഒന്നും ഒഴിവാക്കിയിട്ടില്ല, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടില്ല. എന്നിട്ടും പെട്ടെന്ന് ഞാൻ ഒരു മനുഷ്യനൊരു ട്രിഗർ പോയിന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്തിനായിരിക്കും ഞാൻ ട്രിഗർ ആയത്? വെറുതെ ഞാൻ വന്നിട്ട് ഒരു ദിവസം വന്നിരുന്ന് ആൾക്കാരെ അവരെ വിളിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ വെറുതെ എനിക്ക് വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇതുവരെ അതിനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ആവായിരുന്നു കേസ്. എന്തിനാണ് ഇത്രയും നാൾ വരെ ഞാൻ വെയിറ്റ് ചെയ്ത്? എന്തിനാ? ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്ന MRC പറയേണ്ട ഒരു ആവശ്യവും എനിക്കില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം, എനിക്കിത് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്. ഈവൻ ദോ ഇത് കുറെ ആൾക്കാരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, തൊപ്പിയുടെ സൈഡിൽ നിന്ന് പോലും എൻ്റെ അടുത്ത് കുറച്ച് പേര് ആൾക്കാർ പറഞ്ഞ ചാറ്റ് നോക്കിയിട്ട് തൊപ്പിയെ എന്തിനാണ് ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്തതെന്ന്. നമ്മൾ MRC ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ പൊക്കോണ്ടിരുന്ന സമയത്ത് പോലും ചാറ്റ് നോക്കിയിട്ട് ചാറ്റിൽ ഈഗിളിനെ പേടിയാ എന്ന് പറഞ്ഞിട്ട് തൊപ്പി, നമ്മൾ MRC ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അതിന് ഒരു പ്രശ്നവും ഇല്ലാതെ പൊക്കൊണ്ടിരുന്ന സമയത്ത് പോലും തൊപ്പി ചാറ്റ് നോക്കിയിട്ട് ഈഗിളിനെ പേടിയാ, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പൊക്കെ ഇറങ്ങി എനിക്ക് ഈഗിളിനെ അല്ല ദൈവം തമ്പുരാനെ മാത്രമേ പേടിയുള്ളൂ എന്ന് പറഞ്ഞ് ചാറ്റ് നോക്കി തൊപ്പി എനിക്കെതിരെ പോലും റിപ്ലൈ തന്നിട്ടുണ്ട് ഒരു സമയത്ത്. ഞാനത് അവനോട് ചോദിച്ചിട്ടുമുണ്ട്, എന്തിനാണ് നമ്മൾ ഇത്ര നന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തിനായിരുന്നു എന്ന് ഞാൻ അവനോട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പം ഈ ചാറ്റ് നോക്കി ട്രിഗർ ആയെന്നുള്ള പറഞ്ഞ കാര്യം വിട്ടോ. പക്ഷേ എന്നാലും അതൊരു ശരിയാണ്, ഞാൻ ചാറ്റ് നോക്കിയിട്ടാണ് തൊപ്പിയെ ഡ്രാഗ് ചെയ്തത്. അതെൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ റെഡിയാ പ്യുവറായിട്ട്. കാരണം അവൻ്റെ വലിയൊരു പേഴ്സണൽ ഇഷ്യൂവിൽ ഇരിക്കുക. ആ ഒരു പേഴ്സണൽ ഇഷ്യൂവിൽ ഞാൻ എൻ്റെ ട്രിഗർ പോയിന്റിലായിരുന്നു. ഞാൻ ട്രിഗർ പോയിന്റിലായിരുന്ന സമയത്താണ് തൊപ്പിയെ ഞാൻ ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത്. സോ അതെൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് കരുതി ഇതിന് തൊപ്പി നാളെ വന്ന് ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് പറയുന്നത്. അവൻ ഇതിൻ്റെ കാര്യത്തിൽ 100 വേണമെങ്കിൽ അവരാധിക്കുക, എനിക്കൊരു പ്രശ്നമില്ല. അത് ഞാൻ അവനോട് തീർത്തോളാം. ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അല്ലാതെ ഇത് മൊത്തത്തിലുള്ള ഒരു കൺഫെഷൻ അല്ല, മനസ്സിലായോ? ഞാൻ അവനെ പറഞ്ഞത് എൻ്റെ എക്സ്ട്രീം ട്രിഗറിൽ ഞാൻ പറഞ്ഞു പോയതാണ്. ഞാൻ പെട്ടെന്ന് അവൻ്റെ ചാറ്റിനകത്ത് ഈ പറയണത് പോലെ എൻ്റെ ചാറ്റിനകത്ത് വന്ന് ഞാൻ ഇങ്ങനെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഞാൻ ചോദിക്കുന്ന ആൾക്കാർ തൊപ്പിയുടെ അച്ചീവ്മെന്റ്സ് വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് റിപ്ലൈ തരുന്നത്. പക്ഷെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് എൻ്റെ സ്വന്തം അച്ചീവ്മെന്റ്സ് വെച്ചിട്ട്. അതാണ് ഡിഫറൻസ്, മനസ്സിലായോ? ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെനിക്ക് റിപ്ലൈ തരുന്നത് തൊപ്പിയുടെ അച്ചീവ്മെന്റ്സും തൊപ്പിയുടെ കാര്യങ്ങളും വെച്ചിട്ടാണ് ഫ്രം ദ ബിഗിനിങ്. അത് അന്നോട്ടേ എങ്ങനെയാണ്. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം അച്ചീവ്മെന്റ്സ് വെച്ചിട്ടും എൻ്റെ സ്വന്തം കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ളവരടുത്ത് റിപ്ലൈ പറയണത്. അത് വേറൊരു വലിയ കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുക, അത് മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ചാറ്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായ എനിക്ക് ഈ ചാറ്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായ ഒരു വലിയ പ്രൊവോക്കേഷന്റെ പുറത്ത് പറ്റിയതാ. എനിക്ക് ഈ ഗെയിമും സ്ട്രീമിലും ഒക്കെ എനിക്ക് ഒരുപാട് മെന്റൽ പ്രഷർ സംഭവിക്കാറുണ്ട്. ഈ മെന്റൽ പ്രഷർ സംഭവിക്കാറുള്ള സമയത്ത് ഞാനും ഇതുപോലെ ഗ്യാപ്പുകളൊക്കെ എടുത്ത് പോകാറുണ്ട്, ഗ്യാപ്പ് ഇതാക്കാറുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് ഈ പറയണത് പോലെ ഈ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റിക്കവർ ആവാൻ ഒരു ടൈം എനിക്ക് എപ്പോഴും എടുക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു സാധനം ഞാൻ റെസ്പെക്ട് ചെയ്തില്ല പെർട്ടിക്കുലർ മൊമെന്റിലൊന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ എക്സ്ട്രീം റേജിലായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ ഒരു സ്റ്റോറി എനിക്ക് കുറച്ച് എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറയാനുണ്ട്. എനിക്ക് ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ കാണിച്ച് നിങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇരുന്ന് ഗൈസ് ഈ തെറി പറയണവന്മാരെ വിട് ഗൈസ്. നിങ്ങൾക്കറിയാലോ ഇതിന്റെ ഒരു മെയിൻ കാരണം പോലും ഇവന്മാരെ ഇനി ഞാൻ എന്ത് പറഞ്ഞ് ഇംപ്രസ് ചെയ്താലും ഇവന്മാരിരുന്ന് സ്പാം ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലായോ? ഇവന്മാർ ഇനി
എന്ത് പറഞ്ഞാലും അവരെ വിട്ടോ നിങ്ങൾ. ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നുകൂടെ ഞാൻ തൊപ്പിയുടെ കാര്യം, അതായത് വാച്ചിങ്ങിൻ്റെ കേസിലും അവൻ ഒരു ടൈമിൽ കാണിച്ച സാധനം ഞാൻ എടുത്തു വെച്ച് പറഞ്ഞായിരുന്നു. അത് എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്. ഞാൻ ഇപ്പോഴും ഇത് എടുത്ത് പറയുക. അവൻ എന്നെ ഒന്നും പറയാതിരിക്കാനോ അല്ലെങ്കിൽ അത് പേടിച്ചിട്ടോ അല്ല ഞാൻ ഇങ്ങനൊരു സാധനം എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അതല്ലാതെ അവനെ പേടിച്ചിട്ടും ഇതാക്കിയിട്ടും അല്ല ഞാനിത് പറയണമെന്ന് ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. പിന്നെ അതിനകത്ത് ബാക്കിയുള്ള ഈ പറയണ അവനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിനക്കൊക്കെ വേണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ട് കളയാം. മനസ്സിലായ? അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുവാണേ ഗൈസ്. ഇത് കുറച്ച് ബാക്കിലോട്ടുള്ള സ്റ്റോറിയാണ്. അതായത് പേരിട്ട് തന്ന ആൾക്കാർക്കൊക്കെ തിരിച്ച് പേരിട്ട് തരാൻ എനിക്കറിയാം. പിന്നെ വേറൊരു ഈ ലൈവ് ഞാൻ എക്സ്ട്രീം അവരാധിക്കാനാണ് വന്നത്. പക്ഷേ വേറെ ഒരു കാര്യം എനിക്ക് കൺസിഡർ ചെയ്യണം ഗൈസ്. MRCയുടെ ഓണർ നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലത്തെ ഇവരൊന്നും അല്ല. MRCയുടെ ഓണർ MRC തുടങ്ങിയതും ഇവരൊന്നും അല്ല. നിനക്കൊക്കെ അറിയാത്ത MRC ഉണ്ട്, മനസ്സിലായ? നിനക്കൊക്കെ ഇതിനകത്ത് ആൾക്കാരുടെ എഫേർട്ടും ഇതെല്ലാം, ഒരാളുടെ ഒരു സ്ട്രീമർ അതിൽ നിന്ന് ഫേമസ് ആയി എന്നതുകൊണ്ട് മാത്രം നിനക്കൊക്കെ അറിയാവുന്ന ഒരു MRC ഉണ്ട്. ആ MRC അല്ല മൊത്തത്തിലുള്ളത്. ഈ MRC എന്ന് പറയുന്ന ഓർഗിനൊരു ഒരു ഇതുണ്ട്. അത് ആ ലെഗസി എന്താണെന്ന് അറിയണമെങ്കിൽ ചിലപ്പം ഈ കരയാൻ വരുന്നവനൊക്കെ അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. മനസ്സിലായ? ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല നീയൊക്കെ. അപ്പോൾ ആ MRCക്ക് ഒരു ഈ പറയണ ഒരു ലെഗസി ഉണ്ട്. ആ MRCക്ക് ഒരു ഓണർ ഉണ്ട് ഇപ്പോഴും. ആ MRCയുടെ ഓണർ നമ്മുടെ അശ്വിൻ ചേട്ടനാണ് ഇപ്പൊ കറന്റ്ലി. മനസ്സിലായ? അശ്വിൻ ചേട്ടനാണ്. വൈ യു ആർ കേഴ്സിങ്? അയ്യോ അത് ഞാൻ കണ്ടില്ല. എന്തായിരുന്നു അത് ഞാൻ വൈ യു ആർ കേഴ്സിങ് വേർഡ്സ് ടു വൈ യു ആർ യൂസിങ് ദിസ് കേഴ്സിങ് വേർഡ്സ് ടു ലുക്ക് ടഫ്. ഈ ടഫ് ലുക്ക് ഇതൊക്കെ മറ്റേ ജെൻസി സാധനമാണല്ലേ. ലുക്ക് സ്ലേ. ഓ ബ്രോ, ഞാൻ അതിലേക്ക് വരാം ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ കറൻ്റ്ലി ഗോഗു അവൻ്റെ ഫുള്ള് കാര്യങ്ങളും ബാക്കി ഈ ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി, അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നമുക്ക് ബൈ ലീഗലായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രേഡ് മാർക്ക് എടുക്കണം. പിന്നെ എന്താ പറയുക, കമ്പനി രജിസ്റ്റർ ചെയ്യണം. സോ മാർസലസ് എന്ന് പറയുന്ന ഈ MRC എന്ന് പറയുന്ന കമ്പനി ലീഗലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിൻ്റെ ഓണർ കറൻ്റ്ലി ഓണർഷിപ്പ് കയ്യിലുള്ളത് അശ്വിൻ ചേട്ടൻ്റെ കയ്യിലാണ്. മനസ്സിലായോ? അശ്വിൻ ചേട്ടൻ്റെ കയ്യിലാണ് അതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് അശ്വിൻ ചേട്ടൻ കൂടെ എന്നെ വിളിച്ച് ഇതിനകത്ത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഒരു പറഞ്ഞടാ ഇത് എങ്ങനെയെങ്കിലും ഇതാക്കി തീർക്കാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അതുകൊണ്ട് ഞാനിതിനകത്ത് എക്സ്ട്രീം അപരാധത്തിലോട്ട് പോകുന്നില്ല. പക്ഷേ എനിക്ക് കുറേയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രോ അസ് എ TVA ഫാൻ, MRC ഫാൻ കൊണ്ടുപോകണം. കാരണം MRC മെമ്പേഴ്സിനോടും ലീഡേഴ്സിനോടും പറഞ്ഞത് ശരിയായില്ല. ബ്രോ ഞാൻ അതിലേക്കല്ലേ വരുന്നത്. ചില്ലാവും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് തൊപ്പിയോട് പറഞ്ഞതിനുള്ള കാര്യം, ഞാൻ തൊപ്പിയുടെ പേര് ഡ്രാഗ് ചെയ്തതിനുള്ള ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനുള്ള ക്ഷമ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിലല്ല ബ്രോ, ഇത്രയും ഡീപ്പ് ആവല്ലേ. എടാ നിനക്ക് സമയമില്ലെങ്കിൽ നീ കേൾക്കരുത്. ഞാൻ ഇത് മറ്റേ സീരിയൽ പോലെ പറയുള്ളൂ. അതേപോലെ ഭയങ്കര പതുക്കെ പറയത്തുള്ളൂ. നീക്കല്ല പറഞ്ഞ എനിക്ക് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് കുറച്ചു നേരം ഇരിക്കാൻ പോവാ. നീ എല്ലിട്ടാലും എന്ത് അണ്ടി ഇട്ടാലും ഞാൻ ഇത് ഇങ്ങനെ പറയത്തുള്ളൂ. നീ എന്തോ വിചാരിച്ചു? നിന്റെ സൗകര്യത്തിന് ഞാൻ ഇവിടെ വന്നിട്ട് ഇരുന്ന് നീ കേൾക്കാൻ വന്നതാ. പറയടാ. അത് പിന്നെ സോറി പറയാ, അത് പറ്റിപ്പോയതാ. ഞാൻ എന്തോ അടിച്ചു കയറ്റിട്ടാ ലൈവ് ഇട്ടത്. അതാ ശരി. MRC ആയിട്ട് പ്രശ്നമൊന്നുമില്ല. നാളെ തൊട്ട് ഉണ്ടാവില്ല. ഇതിങ്ങനെ പറഞ്ഞിട്ട് പോണോ ഞാൻ നിന്റെ അടുത്ത്? നിന്റെ സൗകര്യത്തിന് ഞാൻ ഇരിക്കണോ? വേണേ കേട്ടിട്ട് പോടാ, വേണേ കേട്ടിട്ട് പോ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനും കൂടി ഇതിനകത്ത് വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചത് കൊണ്ട് ഞാനൊരു ലിമിറ്റ് വരെ ഇത് കുറയ്ക്കുക. എനിക്ക് പറയാനുള്ള ഒരു സാധനത്തിൻ്റെ ലിമിറ്റ് ഞാൻ ഇതിനകത്ത് കുറയ്ക്കുക. ഞാൻ ഓരോ പേരും ഓരോ അതും നീയൊക്കെ ഓരോ ഇരട്ടപ്പേരിട്ട് തരുമ്പോൾ തിരിച്ച് ഞാൻ നിനക്ക് ഇട്ട് തന്നിട്ടേ പോകത്തുള്ളൂ. അത് വേറെ കാര്യം. അപ്പോൾ ഗൈസ്, അപ്പം ഫ്രം ദ ബിഗിനിങ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിൽ ഇതൊന്നും അറിയാവുന്ന MRC ഓഡിയൻസ് ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫ്രം ദ സ്റ്റാർട്ട് ഈ ഒരു ഗ്യാങ് തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് മാക്ക് നമ്മളുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടും നമ്മളുമായിട്ട് നല്ല രീതിയിൽ സിറ്റിക്കകത്തും സിറ്റിക്ക് പുറത്തും പൊക്കോണ്ടിരുന്ന ഒരാളാണ്. ഓക്കെ, ഈ പർട്ടിക്കുലർ മാക്കിനെ പോലും
നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിന്നൊരു സമയമുണ്ട് ടി വിയെ. അതായത് ടി വിയെ മാക്കിനെ ഒരു ഗ്യാങ് ഇതാക്കിയപ്പോൾ സമയത്ത് നമ്മൾ മാക്കിനെ പോയിട്ട് മാക്കിന് വേണ്ടി ഞാൻ ഉച്ചയ്ക്ക് ഞാൻ കയറി ടി വി എന്നല്ല ഞാൻ പറയണം, ഞാൻ വരെ ഉച്ചയ്ക്ക് കയറി മാക്കിനെ ഇട്ട് അപരാധിക്കുന്ന കണ്ടപ്പോൾ മാക്കിനെ കൂടെ കയറി. അത് ഏത് ഗ്യാങ് ആയിരുന്നു? K51 ആണെന്ന് തോന്നുന്നു. K51 എന്തോ ആണെന്ന് തോന്നുന്നു. അവരെ സിറ്റുവേഷനിൽ കയറി ഞാനിത് പോയി ഗ്യാങ് സിറ്റുവേഷൻ ആക്കി 15 ദിവസം ടി വിയെ ഗ്യാങ് സസ്പെൻഷൻ മേടിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് പറയാനുള്ള കമ്മിറ്റ്മെന്റ്സ് സ്റ്റാർട്ടിങ് ഞാൻ പറയാൻ പോണത് അവിടെ നിന്നാണ്. എടാ, ഈ ടി വിയെ ശാന്ത അങ്ങനെ ഒരാൾ നമ്മുടെ അകത്ത് ഇല്ല. ഇതൊക്കെ വല്ല വേണ്ട, ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അവിടെ നിന്നാണ് നമ്മൾ ടി വി എന്നുള്ള ഒരു സാധനം ഇവരുടെ അടുത്തുള്ള കമ്മിറ്റ്മെന്റ്സും കാണിച്ച് തുടങ്ങിയത്. ഓക്കെ, വൺസ് ഗ്യാങ് സ്റ്റാർട്ട് ചെയ്തു. വൺസ് ഗ്യാങ് മോണിറ്ററിംഗ് പീരീഡിലായപ്പോൾ തന്നെ MRCയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും വന്ന് സിറ്റിയിൽ സിറ്റുവേഷൻസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ സൈഡിൽ നിന്ന് റൂൾസ് അറിയാത്ത കുറേ അൺവാണ്ടഡ് സിറ്റുവേഷൻസ് സിറ്റിയിലുണ്ടായി. അതായത് അവർക്ക് റൂൾസ് അറിയാൻ പറ്റാതെ പോയത്, ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാതെ പോയതിലും ഒരുപാട് ഷമീറിന്റെ സൈഡിൽ നിന്നും റാംബോയുടെ സൈഡിൽ നിന്നും ഇവരുടെ സൈഡിൽ നിന്നും എല്ലാം ഉണ്ടായി. ഞാൻ എന്നിട്ട് എൻ്റെ ടി വിയുടെ ഗ്രൂപ്പിൽ ഞാൻ പോയി പറഞ്ഞ ഒരേ ഒരു കാര്യം, അന്നും ഇന്നും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ഇത്രയും വൾഗർ ആവുന്നതിന് മുമ്പത്തെ കാര്യം, MRCയുടെ പേരെടുത്ത് സിറ്റുവേഷൻ എടുക്കാൻ ആർക്കെങ്കിലും മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ അത് മറന്നോ, അത് എന്തായാലും തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ലോലന്റെ സൈഡിൽ നിന്നായിരുന്നു ആദ്യമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ട്രിഗർ ആവുന്നത്. ഞാൻ ലോലനെ പ്രത്യേകമായിട്ട് VCയിൽ വിളിച്ച് ലോലനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, എടാ ഇനി ഇത് ചെയ്താൽ നിന്നെ ടി വിക്കകത്തു നിന്ന് ഞാൻ ലൈനപ്പിൽ നിന്ന് എടുത്ത് മാറ്റി ബെഞ്ചിലിടും എന്ന് പറഞ്ഞു. അപ്പോൾ ലോലിന് കാര്യം മനസ്സിലായി. ഞാൻ എന്നിട്ട് ഒരു മീറ്റിംഗ് കൂടെ വിളിച്ചു. ഞാൻ മീറ്റിംഗ് വിളിച്ചിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, അവർ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്, അവരെ അവരുടെ വഴിക്ക് വിട്ടേരെ, നമ്മളിപ്പോൾ സിറ്റുവേഷൻ എടുക്കാൻ സമയമാകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് നമ്മളെ ചൊറിയാൻ വരുന്ന ഒരു സമയമുള്ളപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം മെമ്പേഴ്സിനെല്ലാം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അവർക്ക് തന്നെ അറിയാം, ഓക്കെ, ഇനി ഞാൻ സിറ്റുവേഷൻ ഇത് സീരിയസ് ആയിട്ടാണ് പറയണത് എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ അവർ തന്നെ ഈ സാധനം അഡ്മിറ്റ് ചെയ്ത് ഓക്കെ ഇനി വേണ്ട എന്നുള്ള രീതിയിൽ. സോ നമ്മൾ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ ഇതാക്കി നമ്മളതായിട്ടുള്ള രീതിയിൽ മൂവ് ഓൺ ചെയ്യുക. കൺവേർട്ടിങ് കിങ്, നിനക്കൊക്കെ എങ്ങനെ വേണേ പറയാം. ഈ മെസ്സേജ് പ്രൂഫ് ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ബ്രോ. ഇവിടെ ഇരുന്ന് കാണടാ പട്ടിപ്പൊലയാടി മോനെ. അന്നേരം നിനക്ക് മെസ്സേജുകൾ റിയൽ ലൈഫിലെ മെസ്സേജുകൂടെ കാണാം. അന്നേരം നീ കൺവേർട്ടിങ് ആണോ അണ്ടിയാണോ എന്ന് നീ തീരുമാനിച്ചാൽ മതി. എടാ, വേറൊരു കാര്യമുണ്ട്. പിന്നെ ഈ അപ്പുറത്തിരുന്ന് RP കാണുന്ന ഒരു 1500 പേരെ എനിക്ക് ഇംപ്രസ് ചെയ്തിട്ട് എൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് എനിക്ക് ഒരു അണ്ടിയും കിട്ടാനില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഓഡിയൻസിനോടാണ്. ഞാൻ അവരോടാണ് സംസാരിക്കുന്നത്. ഞാൻ അവരോട് സംസാരിച്ചോളാം. നീ വേണേ കേട്ടാൽ മതി, നീ വേണേ കണ്ടിട്ട് പോയാൽ മതി. നിനക്ക് കൺവേർട്ട് ഗുണം എന്തോ ആയിക്കോട്ടെ, നിനക്ക് എന്ത് വേണേ വിശ്വസിക്കാം. നിന്നെ എനിക്ക് ഇംപ്രസ് ചെയ്ത് നാളെ തൊട്ട് എൻ്റെ ലൈവ് ഇരുത്തി കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും എനിക്കില്ല. അതുകൊണ്ട് അത് നീ പറയണ്ട. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ അടുത്തെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഓരോ ദിവസങ്ങളായിട്ട് ഓരോരുത്തർ നമ്മുടെ കൂടെ RP ചെയ്യാൻ വേണ്ടി വരുന്നത്. അതിൽ ഷെയ്ക്ക് വന്നു, ഷെയ്ക്കിൻ്റെ കൂടെ RP ചെയ്യാറുണ്ടായിരുന്നു. മാക്കിൻ്റെ കൂടെ RP ചെയ്യാറുണ്ട്. തൊപ്പി വന്നിട്ടുണ്ട്. തൊപ്പിയുടെ കൂടെ നമ്മൾ സാബ്ഗുരു ഷെയ്ക്കിൻ്റെ ഐലൻഡിൻ്റെ പരിപാടി, എല്ലാത്തിനും നമ്മൾ എല്ലാത്തിനും സഹകരിച്ച് നല്ല രീതിയിൽ പോവാം. ഇപ്പം എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു പെർട്ടിക്കുലർ ദേഷ്യമോ ഈഗോ ആദ്യമേ ഉണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും നിൽക്കത്തില്ല. ഞാൻ വൺസ് ഒരാളുടെ അടുത്ത് പിണക്കം കാണിച്ചോ അല്ലെങ്കിൽ മറ്റേ ഈ പറയണ ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ 7 അയലത്തോട്ട് പോകാനും സംസാരിക്കാനും പോലും നിൽക്കത്തില്ല. അങ്ങനെ സംസാരിക്കാൻ നിൽക്കുമായിരുന്നെങ്കിൽ ഈ പറയണത് ടി വിയിൽ നിന്ന് ഇറങ്ങിയ കുറേ ഫുൾ ആൾക്കാർ ഇപ്പോൾ ഇവിടെ തിരിച്ചു വന്നേനെ. പോയ ആൾക്കാർ വരെ തിരിച്ച്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഈഗോ ഒന്നും കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ ഈ സാധനത്തിലൊന്നും ഗെയിമിലൊന്നും ഞാൻ ഈ പറയണ എല്ലാവരുടെയും പെർമനന്റ് ബാൻ മാറ്റി കൊടുത്തു. കഴിച്ച് ഞാൻ അതിൻ്റെ കൂടെ ഞാൻ പറയുകയാണ്, ഞാൻ ഡൊമിനിക്കിൻ്റെ പെർമനന്റ് ബാനോടെ മാറ്റി കൊടുക്കുകയാണ്. അത് ഞാൻ പറയാം. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഞാൻ ഡൊമിനിക്കിൻ്റെ പെർമനന്റ് ബാനോടെ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ ഈഗോ കീപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു സാധനവും അങ്ങനത്തെ കാര്യങ്ങളിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവരുടെ കൂടെ തന്നെ RPയും എല്ലാത്തിനും സഹകരിച്ച് ഇതായി മര്യാദയ്ക്ക് പൊക്കുക. അപ്പോൾ എനിക്ക് ഓൾറെഡി പെട്ടെന്ന് മാക്ക് ഒരു ലിസ്റ്റ് അയച്ചു. ഒരു ലിസ്റ്റ് അയച്ചിട്ട് പറഞ്ഞ് ഇത്രയും പേരാണ് മാക്കല്ല ലിസ്റ്റ് അയച്ചല്ല, ഡിസ്കോഡിൽ ഇട്ടായിരുന്നു. മെമ്പേഴ്സിൽ ഇതിൻ്റെ ഡിസ്കോഡ് അപ്ഡേറ്റിൽ ഇട്ടായിരുന്നു. ഇട്ടപ്പോൾ
മാക്കിൻ്റെ അടുത്ത് ഞാൻ ഇതുപോലെ പോയിട്ട് അങ്ങോട്ട് വെച്ച് മാക്കെ ഇതാണോ ശരിക്കുള്ള മെമ്പേഴ്സ്, ഇത് സത്യമാണോ എന്ന് ചോദിച്ച്. അപ്പം ഞാൻ മാക്ക് പറഞ്ഞ് ഈകളെ എന്ത് പറ്റി, എന്തെങ്കിലും സീനുണ്ടോ? ഞാൻ പറഞ്ഞ് മാക്കെ ഞാൻ പറയണത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ MRC നിങ്ങൾക്ക് മാക്കിന് ചിലപ്പം ഡീപ്പായിട്ട് അറിയത്തില്ലായിരിക്കും. ഞങ്ങൾക്ക് പ്രശ്നമുള്ള കുറേ പേര്, ഞങ്ങളുടേതായിട്ട് കൂട്ടത്തിൽ പ്രശ്നമുള്ള കുറേ പേരുണ്ട്. സോ നമ്മൾ ഇനിഷ്യലി പ്ലാൻ ചെയ്തതുപോലെ ഇതൊരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് പോകുമെന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു, സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് മാക്ക് പറഞ്ഞു, അയ്യോ ഈകളെ നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു, ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുണ്ട് ഗൈസ്. അതായത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രീം വൾഗാരിറ്റിയിലോട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ ഫാൽക്കണെ ഒന്നും കുറ്റം പറയാൻ വേണ്ടി ഡ്രാഗ് ചെയ്യുന്നതല്ലേ, എന്നാലും ഞാൻ പറയാം, ഫാൽക്കണൊക്കെ എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ഇതിനകത്ത് ഫാൽക്കണായിട്ടുള്ള സിറ്റുവേഷനിൽ എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ഇതിനകത്ത് റിയൽ ലൈഫിൽ അച്ഛൻ്റെ പേര് ഗെയിമിനകത്ത് ഡ്രാഗ് ചെയ്ത് സംസാരിച്ച് വേഴ്സ് ആയ ഒരു സെനാറിയോ വരെ ഉണ്ട്. അവരൊക്കെയാണ് ഇതിലോട്ട് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ടെക്സാസിലെ HF മെമ്പേഴ്സൊക്കെ ഇതിനകത്തോട്ട് വരിക എന്ന് പറഞ്ഞപ്പം ഞാൻ മാക്കിനോട് പറഞ്ഞു, മാക്ക് ഞാൻ വിരോധം കാണിച്ച് നിൽക്കുന്നതല്ല, പക്ഷെ നമ്മൾ ആദ്യമേ ഇത് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട് പോയാൽ പിന്നീട് ഇത് ദുഃഖിക്കേണ്ടി വരും എന്ന്. ഇതിനു മുമ്പത്തെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാനടക്കം പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്. അതായത് ബ്രാവോ എടുത്ത് പ്രശ്നമായിട്ടിരുന്ന സമയത്ത് തന്നെ തൊപ്പിയും ബ്രാവോ എടുത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നൊരു സമയമുണ്ട്. ബ്രാവോയെ പറ്റി തൊപ്പി കുറേ ലൈവിൽ അല്ലാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്. TVയുടെ co-leader, സെർവറിന്റെ ഓണർ, MRC ഇവിടെ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരൊറ്റ നോ മതിയായിരുന്നു. ഒരൊറ്റ നോ. MRC ഇവിടെ കളിപ്പിക്കാൻ താല്പര്യം നമുക്കില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുന്നതിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ സെർവർ ഓണറിന്റെ ഒരു നോ മതിയായിരുന്നു നിനക്കൊക്കെ വേറെ സെർവറിൽ പോയി കളിക്കാൻ. എന്നോട് ബ്രാവോ വന്ന് ചോദിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈകളെ, എൻ്റെ ഇപ്പോഴും ഉണ്ട് ആ മെസ്സേജ്, ഞാൻ എടുത്ത് കാണിക്കാൻ റെഡിയാ. എന്നോട് ബ്രാവോ വന്ന് ചോദിച്ചാണ്, ഈകളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്, MRCയോട് അവർ സ്ലോട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത് വേറെ വല്ല ഇഷ്യൂ ആവോ, ആരൊക്കെയാ മെമ്പേഴ്സ് ഒന്നും അറിയത്തില്ല. മെമ്പേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പാണ് MRCയുടെ ഇത് പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞ് അവർ വരട്ടെ, എനിക്ക് പ്രശ്നമില്ല, എന്തായാലും വരുന്ന ഇപ്പം ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയാത്ത ആൾക്കാരല്ലേ, ഈ അറിയാവുന്ന ആൾക്കാരോട് അപരാധിക്കാനാണ് നമുക്ക് പറ്റാത്തത്. പിന്നെ ഞാൻ അന്നേരം പറഞ്ഞു, തൊപ്പി ഒന്നും വലുതായിട്ട് ആക്റ്റീവ് ആയിരിക്കത്തില്ല, കാരണം അവൻ അങ്ങനെ ഇരുന്ന് കളിക്കുന്ന ഒരാളല്ല എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ തൊപ്പിയൊന്നും വലുതായിട്ട് ആക്റ്റീവ് ആകത്തില്ല, അവൻ ഇടയ്ക്കൊക്കെ കയറത്തുള്ളൂ. അപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിൽ തൊപ്പിയുടെ ഈ ഗ്യാങ്ങിലുള്ള, അതായത് ഷെമീർ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ, മെയിൻ സ്ട്രീം ആൾക്കാരൊക്കെ ഇതിനകത്ത് ആക്റ്റീവ് ആവുമെന്ന് അന്നും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ MRCയുടെ ഒരു നെയിം GTA കൊണ്ടുവരിക എന്നുള്ളൊരു സാധനമായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ്, എനിക്കൊരു പ്രശ്നമില്ല ബ്രാവോ, ഇത് നിങ്ങൾക്ക് ബ്രാവോയുടെ അടുത്ത് വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാം, എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഞാൻ ബ്രാവോ അടുത്ത് പറഞ്ഞു, ബ്രാവോ ഇതാണ് സംഭവം, കുഴപ്പമില്ല, അവർ കളിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവിടെയും ഞാൻ ഒരു ഈഗോയും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സൈഡിൽ നോക്കുക പറഞ്ഞ് നമുക്ക് അടി വരുന്ന സമയത്ത് അടി വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയതായത്. ആൻഡ് വൺസ് ഗ്യാങ്ങും പരിപാടികളൊക്കെ തുടങ്ങി എല്ലാം ഓരോന്നോരോന്നായിട്ട് വന്നു കഴിഞ്ഞപ്പം ആദ്യമൊക്കെ നമ്മളിത് സോൾവ് ചെയ്ത് വിട്ടു. നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഒരു MRC ഓഡിയൻസിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, കാരണം നിങ്ങളിത് ഫേസ് ചെയ്ത സിറ്റുവേഷന്. MRC ഓഡിയൻസിനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ മാക്ക് ആണെങ്കിലും അവരാണെങ്കിലും ഇവരെല്ലാം വന്ന് ഓരോ സിറ്റുവേഷൻസ് TV ആയിട്ടുള്ളതും KV ആയിട്ടുള്ളതും സോൾവ് ചെയ്ത് വിടുമ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഈ ഗ്യാങ് മെമ്പേഴ്സിന് വാല്യൂ കൊടുക്കാതെ ഇവർ സിറ്റുവേഷൻസ് സോൾവ് ആക്കി വിടുമ്പം നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടില്ലേ? ഉറപ്പായിട്ടും ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങളിനി എന്നെ തോൽപ്പിക്കാൻ ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മെമ്പേഴ്സ് ലൈവിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിങ്ങനെ സോൾവ് ആയി പൊക്കോണ്ടിരുന്ന സമയത്ത് അവർക്ക് ആ സെയിം സാധനം TVക്കകത്ത് വന്നു തുടങ്ങി. അതായത് ഇവന്മാര് ഒരു എൻഡ് ഓഫ് ദ ഡേ ഒരു എക്സ്ക്യൂസ് പറയും, ബ്രോ അവരൊക്കെ പുതിയ മെമ്പേഴ്സാണ്, നമുക്ക് TVയിലുള്ളതാണെന്ന് അറിയത്തില്ലായിരുന്നു, TVയിലുള്ളതാണെന്ന് അതുകൊണ്ടാണ് നമ്മൾ സിറ്റുവേഷൻ എടുത്തത് എന്ന് പറയും. ഞാനിത് കേൾക്കുമ്പോൾ ഓക്കെ, അവരുടെ സൈഡിലും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, അവർ പുതിയ പ്ലെയേഴ്സാ, ഷെമീറും ഇവരെല്ലാം പുതിയതായിട്ട് ഇതിനകത്തോട്ട് വന്ന ആൾക്കാരാ, ഇവർക്കൊക്കെ പ്ലെയേഴ്സിനെ തിരിച്ചറിയാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഞാനപ്പോൾ ഇവന്മാരോട് നമ്മുടെ TVയിലുള്ള പിള്ളേരുടെ അടുത്ത് പറഞ്ഞ്, എടാ ഇനി നോർമലി നിങ്ങൾ നടക്കുവാണെങ്കിലും മാക്സിമം ഗ്യാങ് ഡ്രസ്സിൽ നടക്കാൻ നോക്കുക, പകലുള്ള സിറ്റുവേഷനിലാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒരു ഗ്യാങ് ഡ്രസ്സ് നടക്കാൻ നോക്കുക. ഗ്യാങ് ഡ്രസ്സ് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ്
അറിയാം എന്നുള്ളൊരു രീതിയിൽ. പിന്നെ ആണെങ്കിൽ പോലും ഫാൽക്കണെ പോലത്തെ പ്ലേയേഴ്സൊക്കെ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് MRC എന്നല്ല പറഞ്ഞു, കമ്മ്യൂണിറ്റി വന്നിട്ട് ഒരുപാട് നാളായി. ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്. ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്. സ്റ്റിൽ സിറ്റുവേഷൻസ് വൃത്തികെട്ട രീതിയിൽ ട്രിഗർ ആവാൻ തുടങ്ങി. മനസ്സിലായ? വൃത്തികെട്ട രീതിയിൽ സ്റ്റിൽ സിറ്റുവേഷൻസ് ട്രിഗർ ആവാൻ തുടങ്ങി. ഇതൊന്നും സഹിക്കുക വയ്യാതെ ഗൈസ്, ഇത് ലാസ്റ്റിൽ ഉണ്ടല്ലോ, ഞാൻ എന്താ എല്ലാം എനിക്കിത് സോൾവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിന് ഷെയ്ക്കും മാക്വെല്ലും അവിടെ വന്നിട്ട് നമുക്കൊരു മീറ്റിംഗ് വെക്കാം എന്നുള്ള രീതിയിൽ വന്നിങ്ങനെ സംസാരിച്ചായിരുന്നു. ഗൈസ് ഒരു സെക്കൻഡ്, ഞാൻ ജസ്റ്റ് അതിൻ്റെ പിന്നെ ഞാൻ എൻ്റെ നമ്പർ ലീക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തിരിച്ച് ഞാനങ്ങനെ മണ്ടത്തരങ്ങളൊന്നും ലൈവിലിരുന്ന് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ആരുടെയും നമ്പരും ഇതൊന്നും ലീക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ നമ്പറിനകത്ത് വിളിച്ച് കുണ്ണത്തരം പറഞ്ഞവനൊക്കെ ഇന്നലെ സമാധാനത്തിൽ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, എൻ്റെ നമ്പർ കുറേ ആൾക്കാരുടെ കയ്യിലുണ്ട്. ആൻഡ് എൻ്റെ ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ ആക്റ്റീവാണ്. ഞാൻ എൻ്റെ ഇതിനകത്തെല്ലാം മെസ്സേജുകൾ ഇടാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അതിൽ മെഡിക്കൽ എമർജൻസീസും ബാക്കി ആവശ്യങ്ങൾക്കൊക്കെ വിളിക്കുന്നവരെ എല്ലാം ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു നമ്പറും കൂടിയാണത്. അതുകൊണ്ട് എനിക്കതിൽ വലിയ ഇത് കുഴപ്പമില്ല ഇതാക്കിയത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുവാണ്, എനിക്കൊരു സെക്കൻഡ് ഞാനൊന്ന് എടുത്തോട്ടെ, ഒരു മിനിറ്റ്. ഇത് ചില കാര്യങ്ങൾ കാണിച്ചില്ലെങ്കിൽ ആൾക്കാർ ഈ പറയണതുപോലെ നമ്മൾ വായ്ത്താളം പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളൊരു സാധനം വരും ഗൈസ്. ഇത് MRCയിലെ മാക്ക് ഇഷ്യൂസ് വൾഗർ ആയിക്കൊണ്ടിരുന്ന സമയത്ത് വെളുപ്പിനെ 4:19 ഞാൻ അവനെ ആദ്യമേ എൻ്റെ അടുത്ത് വിളിച്ചായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ഞാൻ തിരിച്ച് വിളിച്ച് എൻ്റെ അടുത്ത് ഫ്രീ ആകുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു, എടാ കിടന്നോന്ന് ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ ഇല്ല ലിങ്ക് അയക്കട്ടെ ഞാൻ പറഞ്ഞു. ഷെയ്ക്കിൻ്റെ സെർവറിൻ്റെ ലിങ്ക് അയച്ചു വന്നു. അപ്പം ഞാൻ ഇൻ ജനറൽ VC എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി. സൺഡേ 15 മാർച്ചിന് ഞങ്ങൾ അവിടെ പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-2.5 മണിക്കൂർ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച്. അന്ന് സംസാരിക്കാൻ പോലും ഈ പറഞ്ഞ ലീഡർ MRCയുടെ മാറ്ററായിട്ട് പോലും ഈ പറഞ്ഞ ലീഡറും ഇപ്പം റിയാക്ട് ചെയ്യുന്നതും തിളക്കുന്നതായിട്ടുള്ള ഒരാളെ പോലും MRCക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ആ VC കണ്ടില്ല. പക്ഷേ വെളുപ്പിന് 4 മണി തൊട്ട് 6 മണി വരെ ഞങ്ങളിരുന്ന് സംസാരിച്ചു. കോലീഡേഴ്സ് 2 പേരും ഞാനും ഇരുന്ന് സംസാരിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ്, എന്നിട്ട് TVക്കകത്ത് നമ്മളുമായിട്ട് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനത്തെ റിവലറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ അന്നവരെ കൊണ്ടുവന്നായിരുന്നു. ഞാനിതൊന്നും സ്ക്രീൻ റെക്കോർഡൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ അങ്ങനെ മറ്റേ റെക്കോർഡ് ചെയ്ത് എഴുതി പോകുന്ന ആളല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡൊന്നും ഞാൻ അവിടെ എടുത്തിട്ടില്ല. ബിലാൽ, മാലിക്, അങ്ങനെ കുറേ പേര് വന്ന് സംസാരിച്ച് എന്നോട് കുറേ പേര് വന്ന് സംസാരിച്ച് ഞാൻ ഇവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ്, അതായത് സിറ്റുവേഷൻ ഒന്നും ഇനി നമ്മുടെ സൈഡിൽ നിന്ന് സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല ബ്രോ. പിന്നെ എനിക്ക് ബിലാലൊക്കെ എന്നോട് പറഞ്ഞ് HFൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബ്രോ അങ്ങല്ലാതെ വേറെ അങ്ങനെ ഒന്നും ഇല്ല, വേറെ ഈ പറയണ പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കി. ഞാനും ഇത് വളരെ ന്യൂട്രലായിട്ട് എടുത്ത് MRCയുടെ ഇറങ്ങാൻ പോകുന്ന വണ്ടി വരെ അവരെന്നെ കാണിച്ച്, ഇറങ്ങാൻ പോകുന്ന വണ്ടി വരെ കാണിച്ച്, ഇതാണ് നമ്മുടെ വണ്ടി കുറച്ചുകൂടെ പണിയുണ്ട് അതാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ MRCയുടെ 3 വണ്ടികളും എന്നെ കാണിച്ച്, ഞാൻ അതിനൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഈകൾ പറ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇതെല്ലാം അവരുടെ അടുത്ത് സംസാരിച്ച് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ പാക്കി പോയൊരു കാര്യമാണ്. നമ്മൾ എന്നിട്ടും ഒരു സിറ്റുവേഷൻ ഗൈസ് എനിക്ക് എന്താ ആവശ്യമുണ്ട് ഗൈസ്? ഈ വെളുപ്പിന് 4 മണിക്ക് ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ളയോടൊക്കെ സംസാരിക്കണത് പോലെ VC പോയിരുന്നു ഞാൻ ഇവരുടെയൊക്കെ അടുത്ത് സംസാരിക്കേണ്ടത്? എനിക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും എഫേർട്ടും അങ്ങനെയാണല്ലോ പൊതുവേ എന്നെ പറ്റി പറയണത്, അങ്ങനെയാണല്ലോ വെളിയിൽ. എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എനിക്ക് ഈഗോയാണ്, എനിക്ക് അണ്ടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കിയിട്ട് എനിക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട് ഇതൊക്കെ ചെയ്യണ്ടേ? ഞാൻ എന്നിട്ടും ഇതെല്ലാം ഓക്കെ പോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ നിർത്തി. എണ്ണീറ്റ് പോടാ കുണ്ണേന്ന്. അതിപ്പോൾ ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യൂടാ? നിന്നെ ഞാൻ പറഞ്ഞ് ഈ പറഞ്ഞ ആൾക്ക്, സംസാരിക്കാൻ പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് അവൻ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് നിന്റെ തന്തയെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്ന നിന്നെ ഒന്നും ഒരിക്കലും ഇമ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ഇമ്പ്രസ് ചെയ്യുന്ന കാര്യം വിട്. എന്നിട്ട് ഗൈസ്, എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പോയി സംസാരിച്ച് കഴിഞ്ഞ് എല്ലാം വീണ്ടും നോർമലായി പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹലോ, ഇത് ലയറാണോ?
കുറച്ച് ഓവറാക്കണോ? അതേലോ അമ്പത്തൂരേ അമ്പത്തൂരേ നീ കരഞ്ഞേ. അല്ല ബ്രോ എന്താ പറഞ്ഞ വീണ്ടും ഇത് ഞാൻ സിറ്റിയിലുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ അതിൽ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അന്ന് അമ്പത്തൂരിൻ്റെ അടുത്ത് പോയിട്ട് ഈ സിറ്റുവേഷൻ വേണ്ടാടാ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പോലും കാണാതെ ഞാൻ അവനെ പറഞ്ഞു വിട്ട്. ഞാൻ അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പോലും കേൾക്കാതെ, അല്ലെങ്കിൽ അവൻ്റെ ഒന്ന് എന്താ അവിടെ സംഭവിച്ചതെന്ന് പോലും കേൾക്കാതെ ഞാൻ ഇവനെ പറഞ്ഞു വിട്ട്. ഇത് കഴിഞ്ഞപ്പം ഈ സാധനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നത് ലൈവ് കഴിഞ്ഞതിന് ശേഷം ഗൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഫ്രണ്ട്ലി എന്ന് അവർ പറഞ്ഞിട്ട്, എനിക്കിത് ഫ്രണ്ട്ലി ആയിട്ട് പോകത്തില്ലെന്ന് അവർ എനിക്ക് ഉറപ്പായിരുന്നു. അവർ പറഞ്ഞിട്ട് ടിവിയുടെ ഗ്യാങ് വണ്ടി, ടിവിയുടെ ഗ്യാങ് ഡ്രസ്സ്, അമ്പത്തൂർ ഇവിടെ വെറുതെ വന്ന് ഇരുന്നതല്ല. അമ്പത്തൂരിനെ വിളിച്ചതാ. അമ്പത്തൂരിനെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവന് ലൈവ് ഉണ്ടായിരുന്നു. അമ്പത്തൂരിനെ വരാൻ പറഞ്ഞു. അമ്പത്തൂർ ഇവിടെ വന്നിരുന്നു. അമ്പത്തൂർ ഇവിടെ വന്നപ്പം ഷമീർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് റെസ്പെക്റ്റിലാവുമ്പോൾ മിണ്ടാതെ അവിടെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ്, ഇവന്റെ കോൺവെർസേഷൻ കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി അമ്പത്തൂരിനെ എന്തോ ചെയ്യുന്നത്. വിളിച്ചപ്പോഴത്തേക്കിന് ഈ പറയണത് പോലെ പെട്ടെന്ന് അവൻ അമ്പത്തൂരിന്റെ അണ്ടി എന്ന് ബ്രോ, അവൻ അമ്പത്തൂർ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടെന്ന് പോലും അറിയില്ല. കഴപ്പ് ബ്രോ. ഇത് അപ്പം നിങ്ങൾ പറയണതെന്ന് പറഞ്ഞാൽ MRC ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമാണെന്നാണോ, അത് TVക്ക് മാത്രമാണെന്നാണോ? ബ്രോ, ഇത് കഴിഞ്ഞ 1-2 മാസമായിട്ട് പുള്ളി ഈ സിറ്റിയിൽ കളിക്കുക. ഇത് ടിവിയുടെ ഗ്യാങ് ഡ്രസ്സ്, ഇത് ടിവിയുടെ ഗ്യാങ് വണ്ടി. സിറ്റുവേഷൻ ആകരുത് എന്നൊരു സാധനം നിങ്ങളുടെ സൈഡിൽ നിന്ന് 100% നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ എന്നുള്ള രീതിയിൽ പുള്ളി അറ്റ്ലീസ്റ്റ് ഇതൊക്കെയെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ സോറി പറഞ്ഞില്ലേ? തിരിച്ച് ഞാനായിരുന്നെങ്കിലോടാ ഞാൻ സോറി പറഞ്ഞു. ഞാൻ പറയണം ഇതിനെപ്പറ്റിയോ അല്ല ഗൈസ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് പറയുക, അത് നിങ്ങൾ അതിലേക്ക് വാ. സോറി പറഞ്ഞു, ഓക്കെ. ഞാൻ പറയണം അതിനല്ല, എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യ സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കിയതെന്നാണ് ചോദിക്കുന്നത്. ഇതില് എന്റെ മെമ്പേഴ്സിനും എന്റെ ഓഡിയൻസിനും ഞാൻ ഒരു ഗ്യാങ്ങിന് വേണ്ടി ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന എന്റെ വ്യൂവേഴ്സ് കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഏതെങ്കിലും ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് TVയെ തള്ളി പറയാ അല്ലെങ്കിൽ TVയുടെ അടുത്ത് സിറ്റുവേഷൻസ് എടുക്കരുത് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതാക്കിയിട്ടില്ല. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ KVയുടെ ഒരു കാര്യത്തിലും ഈ പറയണ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവത്തിലും വരാം. അത് വരാൻ അണ്ടിൽ ഞാൻ പുതിയതായിട്ട് വന്നൊരു ഗ്യാങ്ങിന് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എന്റെ മെമ്പേഴ്സിനെ ഞാൻ ഒരിക്കലും കൺട്രോൾ ചെയ്തിട്ടില്ല, അവർക്ക് എതിരെ സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് തിരിച്ച് ഇങ്ങോട്ടും കിട്ടണം. കാരണം നമ്മളിത് തലേന്ന് വി സിയിൽ മാക്കിനോടും ഷെയ്ക്കിനോടും ഇനി ഷമീറിന്റെ സൈഡിൽ നിന്ന് ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് ഷെയ്ക്ക് എനിക്ക് ഉറപ്പ് വന്നിട്ട് പോയതിന്റെ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഇത് സംഭവിക്കുന്നേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് ബ്രോ, ആ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഇത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് അത്രയ്ക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. പുള്ളിക്കാരൻ അറ്റ്ലീസ്റ്റ് ഓക്കെ, പുള്ളിക്കാരൻ അറിയത്തില്ല, അമ്പത്തൂരിനെ എല്ലാവരും അറിയണമെന്നില്ല. അതുപോലെ MRCയിൽ 35 മെമ്പേഴ്സിന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പേരറിയത്തില്ല. പക്ഷെ ഞാൻ ഈ ഗ്യാങ് ഡ്രസ് ഇട്ട് എന്റെ സറൗണ്ടിങ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ സറൗണ്ടിങ്ങിൽ MRCയുടെ ഗ്യാങ് ഡ്രസ് ഇട്ട് ഒരുത്തം വന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ അവനോട് ഇപ്പൊ MRCയിൽ ഇപ്പോൾ ഒരു ഒരാളുടെ പേര് സുഗുണൻ എന്നൊരു പേരുണ്ടെങ്കിൽ സുഗുണൻ രണ്ടീന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നോണ്ടാ. പക്ഷെ തലേന്ന് അത്രയും മണിക്കൂർ നമ്മൾ സംസാരിച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും ഇങ്ങനെ സിറ്റുവേഷൻ ട്രിഗർ ആകുമ്പോൾ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇതാവും ബ്രോ. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ അതിനെപ്പറ്റിയാ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഈ സിറ്റുവേഷൻ ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് വേഴ്സ് ആവണ്ടെന്ന് വിചാരിച്ച് ഷമീർ സോറി പറഞ്ഞു. ശരി, ഞാനിത് കണ്ടിട്ട് ഞാൻ അമ്പത്തൂരിന് അടുത്തോട്ട് പറഞ്ഞു, അമ്പത്തൂരെ അണ്ണ എനിക്ക് അന്നേരം മുട്ടാൻ ബാഡായി, ഞാനിത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, അണ്ണനോട് പെട്ടെന്ന് വന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സിറ്റുവേഷൻ ഡ്രോപ്പാക്കി വിട്ടത് എന്ന് പറഞ്ഞ് ഞാൻ ഇതാക്കി. എന്നിട്ടും ഇതിനെപ്പറ്റി ഒരു വാക്ക് ഇന്നത്തെ ലൈവിലല്ലാതെ ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ഇത് സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ ആരെ പറ്റി ഇതിന്റെ പേരിൽ ഷമീറിനെ കൊണ പറയാനോ, എനിക്ക് ഈ ഒറ്റ ക്ലിപ്പ് മതിയായിരുന്നു അടുത്ത ദിവസം വന്നിട്ട് ഷമീറിന്റെ അടുത്ത് ഷമീറിനെ പറ്റി ഇരുന്ന് അവരാധിക്കാനും ഷമീറിനെ പറ്റി അത് പറയാനും ഇത് പറയാനും. എന്റെ കൂടെ VCയിൽ വന്ന് മിസ്റ്റേക്കുകളൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾ, അതായത് നമ്മുടെ സൈഡിൽ നിന്നുണ്ടായതും അവരുടെ സൈഡിൽ നിന്നുണ്ടായതുമായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ അഡ്മിറ്റ് ചെയ്ത ആളാണ് ഷെയ്ക്ക്. ഷെയ്ക്കിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ക്ലിപ്പും കൂടെ ഞാൻ കണ്ടു. ഇത് നോക്കിക്കോളാം. ഞാൻ കണ്ടു അമ്പത്തൂരിന്റെ സംസാരമൊക്കെ ഞാൻ കേട്ടു. എന്താ പറയുന്നത്? എന്താ അവസ്ഥ? ആസ് എ RP ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മളാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ ആ ഒരു ടൈപ്പ് ഓഫ് സംസാരം അമ്പത്തൂരിനെ വേണ്ടിയിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളാണെന്ന് അറിഞ്ഞിട്ടും അമ്പത്തൂരിന് ആ സംസാരം വേണ്ടിയിരുന്നില്ലെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാങ് ഡ്രസ്സ് ഇട്ട് ഗ്യാങ് വണ്ടി വന്ന് TV ആണെന്ന് അറിഞ്ഞിട്ടും ആ സംസാരം എന്തിന്
ഷെമീർ എടുത്തു എന്ന് എന്തുകൊണ്ട് ഷെയ്ക്ക് പോലും ചോദിച്ചില്ല? അവിടെയും കുറ്റം അമ്പത്തൂരിന്. അവിടെയും കുറ്റം അമ്പത്തൂരിനാണ്. അവിടെയും കുറ്റം അമ്പത്തൂരിന്. അമ്പത്തൂർ MRC ആണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും സംസാരിച്ചെന്ന്. ഇതിന് ഞാൻ എന്ത് പറയണം? ഇതുകൂടെ കണ്ടപ്പോഴത്തേക്കിന് ഗൈസ് എനിക്ക് ഏകദേശം കാര്യങ്ങൾ ഇത്രയും നേരം ഞാൻ ഇരുന്ന് സംസാരിച്ച ആ ഒരു റെസ്പെക്റ്റ് കൂടെ എനിക്ക് അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പോലും ഞാൻ എന്നിട്ടും ഇതൊന്നും സംസാരിക്കാനും പറയാനും ഞാൻ വന്നില്ല. ഞാൻ പറഞ്ഞു എന്തിനാ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണേ, എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. സംസാരിച്ച് തുടങ്ങിയ ഇത് വേറെ എങ്ങോട്ടേലും പോവും എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് വേണ്ട, സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ഇതാക്കി. ആൻഡ് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നൊക്കെ ഷെമീർ ആയിക്കോട്ടെ, റാംബോ ആയിക്കോട്ടെ, ആരൊക്കെ RPയിൽ എൻ്റെ അടുത്ത് വന്നാലും അല്ല എൻ്റെ അടുത്ത് വന്ന് ഒരു ദിവസം ഒരു സിറ്റുവേഷൻ ചെയ്താലും അപ്പം തുടങ്ങും, ഓൺ ദ മൊമെന്റിൽ തുടങ്ങും ചാറ്റിൽ കൊട്ട ചട്ടി അണ്ടി എന്ന് പറഞ്ഞിട്ട്. സെയിം സൈഡ് ഇപ്പുറത്ത് എൻ്റെ ചാറ്റ് എങ്ങനെയാണെന്ന് നോക്കണം. എൻ്റെ ചാറ്റിനെ ഞാൻ വാൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം. എൻ്റെ ചാറ്റിനെ ഞാൻ വാൺ ചെയ്യാറുണ്ട്. എൻ്റെ ചാറ്റിൽ MRCയുടെ ആൾക്കാരെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും സ്കിപ്പ് എന്ന്. ഞാൻ എന്നാലും ഇവരെ വഴക്ക് പറയാറുണ്ട്. എൻ്റെ ഓഡിയൻസിനെ ഞാൻ ചീത്ത പറയുകയും വെറുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാണുന്നവർക്കറിയാം, ബാക്കി പുറത്തുനിന്നുള്ളവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാണുന്നവർക്കറിയാം. ഞാൻ അവരോട് ഇങ്ങനെ പറയും ആരുടെ കൂടെ RP ചെയ്യണമെന്ന് എൻ്റെ ഇഷ്ടമാണ്, നീയൊന്നും എന്നെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ ലൈവ് കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസിനോട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ലൈവുകളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ അപ്പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി ലൈവ് കാണാറില്ല. ഞാൻ അവിടെ പോയിരുന്ന് ലൈവ് കാണാറില്ല, കുടുംബശ്രീ ആക്കാറില്ല. നിങ്ങൾ കുടുംബശ്രീ ശാന്ത അണ്ടി എന്നൊക്കെ പറയണതിൽ ഒരു കാരണമുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സംഭവം നടക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ എനിക്ക് തന്നെ മടുപ്പായി തുടങ്ങി. പിന്നീട് ഇവരുടെ കൂടെ RP ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുമ്പോഴും ഇവർ ചാറ്റിൻ്റെ അടുത്തൊന്ന് കൺട്രോൾ ചെയ്യാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒന്നാമത്തെ കാര്യം അത്. കാരണം ഞാനത് ചെയ്യുന്നതുകൊണ്ട് തിരിച്ചെനിക്ക് അങ്ങനെ അത് കിട്ടാറില്ലായിരുന്നു. ഞാൻ എന്നിട്ടും ഒരു മൈന്യൂട്ട് ഓഡിയൻസിനെ, എനിക്ക് ഉണ്ടായിരുന്ന ഓഡിയൻസിന്റെ അപ്പുറത്തോട്ട് വേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൈന്യൂട്ട് ഓഡിയൻസിനെ ഞാൻ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ അവിടെ പോകുമ്പോൾ കൊട്ട ചട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്പാം ചെയ്തിട്ട് പോലും പിന്നീട് ഇവർ വരുമ്പോൾ എനിക്ക് ഇവരുടെ കൂടെ RP ചെയ്യാനുള്ളൊരു മടുപ്പായി തുടങ്ങി. ഞാനപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്കൊരു ഹെയ്റ്റ് വരാത്ത രീതിയിൽ ഞാൻ ഒഴിവാക്കും. അതായത് ഞാൻ എന്തെങ്കിലും സിറ്റുവേഷനിൽ എൻഗേജ്ഡ് ആയിരിക്കും, ഞാൻ എന്തെങ്കിലും ഒരു ഇതായിട്ട് മാറി ഞാൻ ഇതുപോലെ പറയും. അല്ലെങ്കിൽ എന്നിട്ടും എൻ്റെ ലാസ്റ്റ് ലൈവ് വരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് വേണമെങ്കിൽ ഷെമീർ ഒരു RP ആയിട്ട് വിളിച്ചായിരുന്നു ഞങ്ങളൊരു ഗ്യാങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത്. എന്നിട്ട് ലൈനപ്പ് ഇട്ടിട്ട് സിറ്റിയിൽ നിന്ന് ഇറങ്ങാതെ ഷെമീറിനോട് സംസാരിക്കാൻ വേണ്ടി വണ്ടി എടുത്ത് വാർ പോലും കളിക്കാണ്ട് ഞാൻ വാറിന് പിള്ളേരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഷെമീറിന് റെസ്പെക്ട് കൊടുത്ത് ഞാൻ ഫോൺ വിളിച്ച് പോയിട്ടുണ്ട് ആളാ. എനിക്ക് MRCയോട് കൺസേൺ ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എന്തിനു ചെയ്യണം ബ്രോ? എനിക്ക് MRCയോട് ഈഗോ ആണെങ്കിൽ ഞാൻ ഇതൊക്കെ എന്തിനു ചെയ്യണം? ഇത്രയൊക്കെ ചെയ്ത് നിന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ചാറ്റിലുള്ള അപരാധികളെല്ലാം കൂടി ഇങ്ങനെ ഇരുന്ന് ഈ പറയണത് പോലെ ഇതും ആക്കിയിട്ട് മെമ്പേഴ്സ് അത് കൺട്രോൾ ചെയ്യായിരുന്നപ്പോൾ എനിക്ക് നല്ല ബാഡ് അടിച്ച്. അതിൻ്റെ കൂടെ വിത്തൗട്ട് എനി റീസൺ ഈ പറയുന്ന സിറ്റിയിലെ സിറ്റുവേഷൻസിനൊക്കെ കുറേ അക്കൗണ്ടുകളിൽ നിന്ന് എനിക്ക് IRL തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും മെസ്സേജും വൈഫിൻ്റെ അക്കൗണ്ടിൽ മെസ്സേജ് വരാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഞാൻ അവളോടൊക്കെ പറഞ്ഞു, അവളുടെ അടുത്ത് കുറേ വട്ടം ചോദിച്ചു എടുത്ത് സ്റ്റോറി ഇടട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, നീ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം, നീ എൻ്റെ വൈഫായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ എപ്പോഴും പറയാനുള്ള കാര്യമില്ലേ ഗൈസ്, ഈ പറയണ ഫ്രസ്ട്രേഷൻ മണ്ടയ്ക്ക് തീർക്കും. അവൾക്കൊരു PC മേടിച്ചു കൊടുക്കാൻ ആവതില്ലാത്തവനൊന്നും അല്ല ഞാൻ. എനിക്ക് തന്നെ ഉണ്ട് 4 എണ്ണം. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ അവൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ആവതില്ലാത്തവനാണോ ഞാൻ? എനിക്ക് PC മേടിക്കാൻ QR ഇടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, എനിക്ക് എൻ്റെ തന്നെ 4 എണ്ണം ഉണ്ട്. ഞാൻ അവളുടെ കൊടുക്കാത്ത, അവളെ RP കളിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയണ ആൾക്കാരൊക്കെ വന്ന് ഫ്രസ്ട്രേഷൻ അവളുടെ മണ്ടയ്ക്ക് തീർക്കും. അല്ലാതെ ഞാൻ കളിക്കുന്ന സാധനം മോശമാണ് എന്നുള്ളൊരു സാധനത്തിലല്ല, അവളുടെ മണ്ടയ്ക്ക് തീർക്കുക. എന്നെ പോലെ ഉള്ള മൈൻഡ് സെറ്റ് അല്ല അവൾക്ക്. അവൾ ചിലപ്പോൾ ഇരുന്ന് മോങ്ങി ഡൗൺ ആയി ഇരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഒരു കൊച്ചുണ്ട്, ഈ ഗ്യാങ്ങിന്റെ കാര്യവും അല്ലെങ്കിൽ RPയുടെ കാര്യത്തിലും അവൾ ഡൗൺ ആയിട്ട് ഇരുന്നിട്ട് മൈൻഡ് ഫക്ക് ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ആവുമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇവളുടെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ മെസ്സേജ് വരുമ്പോഴും ഞാൻ പറയണത്, എടാ അതിപ്പം ഞങ്ങൾ MRC ആയിട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരമായിരിക്കുക, മെച്യൂരിറ്റി ഉള്ള ആൾക്കാർ ഈ പറയണത് പോലെ വെളിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതിൻ്റെയൊക്കെയാണ്, നീ അത് കാര്യമാക്കേണ്ട, ഇഗ്നോർ ചെയ്ത് വിടെന്ന് പറഞ്ഞിട്ട് അതും ഇഗ്നോർ ചെയ്ത് വിട്ട്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ടോട്ടലി ബാഡ് അടിച്ചു തുടങ്ങി. ഞാനായിട്ട് എന്തിനാണ് ഇനി അതിനകത്തോട്ട് പോകുന്നത്? ഇനി ഇവരുടെ അടുത്ത് പോയിട്ട് വെറുതെ ഇത് കേൾക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ഈ പറയണത് പോലത്തെ സ്പാം വരും. എനിക്ക് ഈഗോയാണ്, എനിക്ക് അണ്ടിയാണ്, ഇതാണ്. നിങ്ങൾക്ക് ഈ MRC ഓഡിയൻസിന് അറിയാത്ത ഒരു സത്യോടെ പറഞ്ഞുതരാം.
ഈ ഈ ഈ ഷമീറിന്റെ ക്ലിപ്പുകൾ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ഈ സിറ്റുവേഷൻസ് കാണാൻ പോയപ്പം ഞാൻ നോക്കുമ്പോൾ GTA വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. അതായത് SFX സൗണ്ട് സംസാരിക്കുന്ന സമയത്ത് ഓഫ് ആവുന്ന, അതിന്റെ സൗണ്ട് കൂട്ടിയിട്ടാൽ മാത്രമേ അത് വരുള്ളൂ. ഷമീർ 2 മാസമായിട്ട് അതില്ലാതെയാണ് ലൈവ് ചെയ്യുന്നത്. മനസ്സിലായ? എനിക്കിത് കണ്ടപ്പോൾ വിഷമം വന്നിട്ട് ഞാൻ മാക്കിനെ വിളിച്ചിട്ട് ഇതൊന്നും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറയണം, പബ്ലിക്കലി വന്ന് പറയണം. ഇതൊന്നും ഈ എഫേർട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല എന്ന്. എനിക്ക് എന്താ ആവശ്യമുണ്ടാ ഈ ഇവന്റെ ലൈവിനകത്ത് ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ? ഞാൻ എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ഞാൻ മാക്കിനോട് പറഞ്ഞു, മാക്കെ അതൊന്ന് ചെയ്തു കൊടുക്ക്, ഷമീറിന് അത് അറിയത്തില്ലായിരിക്കും, അതൊന്ന് ചെയ്തു കൊടുക്ക്, ഇത് ഇന്ന സാധനമാണ് സെറ്റിങ്സിലുണ്ട്, ഇതൊന്ന് സൗണ്ട് കൂട്ടി വെച്ചാൽ അത് സെറ്റ് ആവുമെന്ന്. അന്നേരം മാക്ക് എന്നോട് പറഞ്ഞു, ഈകളെ ഞാനും അത് ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ അത്രയും 10-35 മെമ്പേഴ്സ് ഉണ്ടായിട്ട് 2 മാസമായിട്ട് അവൻ ലൈവ് ചെയ്തിട്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല ആരും, ഒരു മെമ്പേഴ്സ് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അവന്റെ POV കണ്ടപ്പോൾ എനിക്ക്, കാരണം അവന്റെ POVക്കകത്ത് ഈ പറയണത് പോലെ എന്തെങ്കിലും സൗണ്ട് വരുമ്പോൾ, SFX സൗണ്ട് വരുമ്പോൾ അതില്ല, വോയിസ് ആയിട്ട് മാത്രം ഉള്ള. ഞാൻ ഇത് പോയി പുള്ളിയുടെ അടുത്ത് പറഞ്ഞ്, ഞാനിത് മാക്കിനോട് പറഞ്ഞു അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കടാ എന്ന് വരെ പറഞ്ഞതിന്റെ അടുത്ത ദിവസമാണ്, അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിയുമ്പോഴാണ് ഞാൻ ഈ ട്രിഗർ ആയിട്ട് ലൈവ് വരുന്നത്. അത്രയും കമ്മിറ്റ്മെന്റ് കാണിച്ച് നിൽക്കുന്ന എൻ്റെ അടുത്ത് എന്നെ എല്ലാ രീതിയിലും കമന്റ് സെക്ഷനിലും ബാക്കിയുള്ളിടത്തെല്ലാം ഇവരുടെ അടുത്ത് ഈഗോയും അണ്ടി എന്ന് പറഞ്ഞ് സ്പാം ചെയ്ത് കൊട്ടയെന്നും ചട്ടിയെന്നും എല്ലാം അണ്ടിൽ ഒരു സിറ്റുവേഷൻ ആവുന്നതിന് മുമ്പ്, സിറ്റുവേഷൻസ് ആയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഇപ്പോഴും പറയാമല്ലോ ഗൈസ്, സിറ്റിയിൽ സിറ്റുവേഷൻ ആയാലും ഞാൻ പരുന്തുവാസമായിട്ടേ ബിഹേവ് ചെയ്യത്തുള്ളൂ. അതിന് വേറെ ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ഗ്യാങ് ആണ് ടോപ്പ് പ്രയോറിറ്റി. അതിൻ്റെ അർത്ഥം എനിക്ക് MRCയോട് ഈഗോ ആണ്, ഇവർ പൊങ്ങി വരുന്നു, അതിനോടൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കോമ്പറ്റീഷൻ ആകുമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പറയാം, എനിക്ക് അങ്ങനെ ആയിട്ടില്ല, തോന്നിയിട്ടില്ല. ഈ കമ്മിറ്റ്മെന്റ് കാണിച്ചു നിന്ന ഞാൻ, എനിക്ക് ഇവരുടെ സൈഡിൽ നിന്ന് ഓരോ ഇതിലും എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മറ്റേ കുടുംബശ്രീ ശാന്ത കളിക്കരുത്, ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രശ്നം കാണാനല്ല നിങ്ങളുടെ ലൈവിൽ വന്നേ. നിങ്ങളുടെ ലൈവിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്ലിപ്പുണ്ട്, അതിനകത്ത് ഷെയ്ക്കിന്റെ ലൈവിൽ ആ ക്ലിപ്പുണ്ട്, അത് കാണാനാണ് വന്നത്. അതായത് ഷെയ്ക്ക് പറയുന്നുണ്ട് നമ്മൾ KVA ഓഡിയൻസിന്, അത് ഒരു വട്ടമല്ല, ഈ ഇടയായിട്ട് എനിക്ക് തോന്നുന്നു ഷെയ്ക്കിന്റെ ഒരു ഇത് വെച്ചിട്ട് പറയുവാണ് ഞാൻ ആണെങ്കിൽ, ഷെയ്ക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഈ പറയണത് പോലെ ഹെയ്റ്റ് കുറെ കിട്ടി, TVAക്കും ഇതിനും വേണ്ടിയിട്ട് സംസാരിച്ച് നമ്മുടെ കുറെ ഓഡിയൻസ് പോയി, നമ്മുടെ കുറെ മെമ്പേഴ്സിന് ബാഡായി. ഷെയ്ക്ക് തന്നെ പറയുന്ന ക്ലിപ്പുണ്ട്, അതായത് ഇവർ നമ്മുടെ മെമ്പേഴ്സ് പറയുന്നതിലും കാര്യം ഉണ്ടടാ, ഇവന്മാരെ ആരെയും താങ്ങി ഒന്നും നിൽക്കേണ്ട എന്നൊക്കെ. ഇത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ലൈവുകളിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഈ ലൈവ് കാണാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഷെയ്ക്ക് ഇരുന്ന് അവരുടെ സ്വന്തം ലീഡർ അവർക്ക് ഹെയ്റ്റ് കൊടുക്കുന്നു ലൈവിൽ ഇരുന്ന് പറയുന്നത്. ഞാൻ കേട്ടപ്പോൾ ഇതെന്ത് ഇവര് ഒരു ഗ്യാങ് കളിക്കുന്നവരല്ലേ എന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ മനസ്സിലായോ? അന്നേരം ഷെയ്ക്ക് പറയാണ്, ഷമീർ നമുക്ക് ഹെയ്റ്റ് തന്നു, അത് ഇങ്ങനെ പറയണം. അപ്പൊ എനിക്ക് അവരുടെ യൂണിവേഴ്സിലെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവരുടെ യൂണിവേഴ്സിലെ പ്രശ്നം എനിക്ക് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഷെയ്ക്കിന്റെ POV കാണാൻ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് അടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ പറയുന്ന പോർഷൻ എവിടെയാണ് എന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ അടിച്ചു. ഞാൻ എന്തോ ഒരു ഡിസ്കോഡില് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ക്ലിപ്പ് മാത്രമാണ് കണ്ടത്. ഇത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ നടക്കുന്നതെന്നുള്ളൊരു കാര്യം ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ ദേഷ്യം ആ സമയത്ത് ട്രിഗറായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, ആദ്യം നീയും ലീഡറും തമ്മിലുള്ള പ്രശ്നം തീർക്കട, എന്നിട്ട് പോലെ നമ്മളുമായിട്ടുള്ള പ്രശ്നം തീർക്കുന്നതെന്ന് പറഞ്ഞത്. ഇത് കേട്ടോണ്ട് ഷമീർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ ഷമീറിന്റെ വിചാരം എന്ന് പറഞ്ഞാൽ, ഞാൻ ഷമീറിന്റെ ലൈവാണ് രാപ്പകലില്ലാതെ കണ്ട് ഉറങ്ങണത്. എനിക്ക് കഴിക്കുമ്പോഴും കക്കൂസി പോകുമ്പോഴും എല്ലാം പുള്ളിയുടെ ലൈവ് ഓപ്പൺ ചെയ്ത് വെച്ച് കണ്ടാൽ മാത്രമേ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നുള്ള രീതിയിലാണ് ഷമീർ പറഞ്ഞിട്ട്, ഷമീർ ഒരു പേരും കൂടി ഇങ്ങനെ ഇട്ട് തന്നു, കുടുംബശ്രീ ശാന്തയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് സംസാരിച്ച് ഇതൊക്കെ ആക്കിയിട്ടും ഇത്രയൊക്കെ കമ്മിറ്റ്മെന്റോട് കൂടി ഞാൻ MRC മെമ്പേഴ്സിനോട് ഓഫ്ലൈനിൽ നിന്നിട്ടും എൻ്റെ അടുത്ത് മാക്കും ഷെയ്ക്കും വന്ന് ഈകളെ എന്ത് സജഷൻ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ക്ലിയർ ഇതായിട്ട് പറയാം എന്ന് പറഞ്ഞ് സംസാരിച്ച് വെച്ചിരുന്ന ആൾക്കാരോട് ഇത്രയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഈ പറയുന്ന ലീഡേഴ്സിന്റെ ചാറ്റ് വരെ ഞാൻ ഇടയ്ക്ക് ലൈവ് കണ്ടിട്ട്, ഞാനിപ്പോൾ കുറച്ച് 2-3 ദിവസമായിട്ട് ഞാൻ ഇവരുടെയൊക്കെ ലൈവ് ഈ പറയണത് പോലെ ഞാൻ ചെക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ ട്രീറ്റ് ചെയ്തതുപോലെ അല്ല സത്യം പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ ഇവര് തിരിച്ച് നമ്മളെ ട്രീറ്റ് ചെയ്യണത് എന്നുള്ളൊരു കാര്യം. എനിക്ക് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം,
പുള്ളിക്കാരൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലൈവിലാണ് എൻ്റെ ലൈവ്, ഞാൻ ലൈവ് നടക്കുമ്പോൾ പുള്ളി എൻ്റെ ലൈവ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അപ്പം അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കുടുംബശ്രീ വഴക്ക് കാണാൻ ആദ്യം വന്നത് ആരാ? പുള്ളിയാണ്, ഷമീറാണ് വന്നത്. അപ്പൊ ഷമീറിനല്ലേ ശരി, ഷമീറല്ലേ ശരിക്കും അയൽക്കൂട്ടം? അത് പുള്ളിയുടെ ലൈവിൽ, എൻ്റെ ലൈവിൽ ഇരുന്ന് റിയാക്ട് ചെയ്ത് കാണുകയാണ് പുള്ളി. എൻ്റെ ഫുൾ ലൈവ് ഇരുന്ന് കാണുവാണ്. അപ്പൊ ആരാണ്? അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാൻ ഇപ്പോഴും ത്വര ആർക്കാ? എനിക്കല്ല ബ്രോ, എനിക്കല്ലത്. ഇപ്പോഴും കണ്ടോണ്ടിരിക്കുവാണോ? ഇപ്പോഴും കാണുവാണോ? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതാ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. എനിക്ക് അങ്ങനെ ഒരു അതുകൊണ്ടെങ്കിൽ ശരിക്കുള്ള കുടുംബശ്രീ എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പറ. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് ഇത് കൺവേർട്ടിങ് ആയിട്ടോ വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം വിശ്വസിച്ചാൽ മതി. പിന്നെ MRCയിലെ 2 പേര്, ഞാൻ ഈ പറഞ്ഞ 2 പേര് പറയണം ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരുത്തനാണെന്ന്. ഇതൊന്നും ഞാൻ ബാക്ക് എൻഡിൽ ചെയ്തിട്ടില്ലാത്ത ഒരുത്തനാണ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്. പക്ഷെ ഇത് ഞാൻ ചെയ്ത് ഇത്രത്തോളം ഞാൻ ഈ പറയണത് പോലെ ഞാൻ അത്രയും കമ്മിറ്റ്മെന്റ് ആയോടുകൂടി നിന്നിട്ടുള്ള ഒരാളെ എനിക്ക് പറഞ്ഞു ഓഡിയൻസിന്റെ സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും എനിക്ക് നിങ്ങളുമായിട്ട് RP ചെയ്യാൻ പോലും ഉള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആവാത്തിടത്താണ് ഞാൻ ഈ സാധനത്തിൽ നിന്ന് ബാക്ക് ഓഫ് ആവുന്നത്. കഴിഞ്ഞ ദിവസം വന്ന് ട്രിഗറായി ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ അന്നേരം എനിക്ക് ട്രിഗർ ആയപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു. കുറെ പേര് വന്നിട്ട് ഞാൻ വെള്ളം അടിച്ചിട്ടാണ് ലൈവ് വന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. ചേട്ടാ, ഞാൻ മറ്റേ മാന്യൊന്നും അല്ല, ഞാൻ വെള്ളം അടിക്കാറുണ്ട്. അത് ഗവൺമെന്റിന്റെ ബിവറേജിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച് കുടിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ രണ്ടിടത്ത് വന്നിട്ട് ഇവിടെ വന്ന് ഞാൻ വെള്ളം അടിച്ചിട്ട് ഞാൻ ഇരുന്ന് ലൈവ് ഇട്ടിട്ടില്ല. നിങ്ങൾ ആ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലി അതിൽ ജോയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഞാൻ തലേന്ന് ഞങ്ങൾ ഓൾറെഡി ബാംഗ്ലൂർ എനിക്ക് ഷോ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടിക്കൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് ഇതായ ഹാങ് ഓവറിലൊക്കെ എണ്ണീറ്റ് അടുപ്പിച്ച് എനിക്ക് വെള്ളം അടിക്കുന്ന ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് നല്ല ഹാങ് ഓവറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാൻ പോലും വയ്യാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ് അന്ന് ലൈവ് ഇടാന്നുള്ളൊരു തീരുമാനം വരെ വരുത്തിയത്. ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലി അതിനകത്ത് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ലൈവ് ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്നും വെള്ളം അടിച്ചിട്ട് എനിക്ക് അതൊന്നും എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതൊന്നും പിന്നെ ഞാൻ വെള്ളം അടിക്കോ ഇല്ലയെന്നൊന്നും നിന്നെ തെളിയിക്കേണ്ട കാര്യവും എനിക്കില്ല. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ മദ്യപിച്ചിട്ടോ അതൊന്നും വെച്ചിട്ടല്ല പറഞ്ഞത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വന്ന് പറഞ്ഞതാണ് അതിനകത്ത്. എനിക്ക് എപ്പോഴാണ് ഇത് ട്രിഗർ ആയെന്ന് പറഞ്ഞാൽ ഇത്രയും ടൈമും കാര്യങ്ങളും എല്ലാ ഇതും ഞാൻ MRCയിലെ co-leadersന്റെ സ്ഥാനത്ത് നിൽക്കുന്ന 2 പേരെടുത്ത് ഇത്രയും കാര്യങ്ങൾ അറിയിച്ചിട്ടും ലൈവ് വരുന്ന സമയത്ത് ഇതുപോലെ എന്താ അതാണ് ശരി ഇതാണ് ശരി, അമ്പത്തൂരിന്റെ ഭാഗത്ത് തെറ്റ്, അമ്പത്തൂരിനെ അപ്പോഴും അവിടെ ഷെയ്ക്ക് പറഞ്ഞിട്ടില്ല നീ എന്തിനാണ് ഷമീറെ പെട്ടെന്ന് അമ്പത്തൂരിന്റെ അണ്ടിന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് നോക്കണേ, കൺട്രോൾ ചെയ്യണം, നമ്മുടെ 2 സൈഡിൽ നിന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും വരാതെ നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നല്ല പറഞ്ഞത്. ഓടാമൈരാണ് എടാ, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നീ വേറെ എവിടെയെങ്കിലും പോയി ഇട്ടാൽ മതി. അന്നാരെ ഇറങ്ങി പോകണവന്മാർ ചാറ്റ് നോക്കി അഭിപ്രായങ്ങൾ എടുക്കുന്നവരുണ്ടാവും, അവിടെ പോയി എടുക്കണം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഏതൊന്നും കേൾക്കാനേ പോകണില്ല. ഞാൻ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനല്ല ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് നിന്നെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണ്ട. സത്യാവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കണം. ഇതല്ല സത്യമെങ്കിൽ ഇത്രയും ഞാൻ പറഞ്ഞതല്ല സത്യമെന്ന് നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർ പറയുവാണെങ്കിൽ ഓക്കെ, ഞാൻ ബാക്കി കേട്ടോണ്ടിരിക്കാം. പിന്നെ ഈ പേരിട്ട് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഷമീർ ഈ കുടുംബശ്രീ എന്നൊക്കെ പറയാം. ഷമീർ വന്നായിരുന്നു സംസാരിക്കാൻ. ഷമീർ അറിഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു മീറ്റിംഗ്? അല്ല, ഷമീറിന് അറിയോ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നതായിട്ട്? എൻ്റെ ചോദ്യം ഇതാ. അതായത് ഇങ്ങനെ 2-3-4 മണിക്കൂർ നമ്മൾ ഒരുമിച്ച് ഗ്യാങ്ങിന്റെ കാര്യം സോർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിക്ക് പോകാൻ വേണ്ടി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഷമീറിന് അറിയാമായിരുന്നോ? ഷമീറിന് അറിഞ്ഞൂടായിരിക്കും. ഷമീറിന് അറിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അവൻ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. എൻ്റെ ഒരു ഇതിൽ ഞാൻ നോക്കുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. പക്ഷെ ബാക്കി 2 പേർക്കും അറിയാം. ഈ എഫേർട്ട് ഇട്ടതും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം അറിയാം. എന്നിട്ട് കഴിച്ച് അല്ല, ഞാൻ ഇനി എൻ്റെ ഒരു മെന്റൽ ഹെൽത്തിന്റെ കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത്രയൊക്കെ ചെയ്ത് നിന്നിട്ടും നമുക്ക് ഒരു പെർട്ടിക്കുലർ ആൾക്കാരുടെ സൈഡിൽ നിന്നും ബാക്കിയുള്ള സൈഡിൽ നിന്നും ഇത്രയും ഹേറ്റും ഇതും വരുമ്പം നിങ്ങൾക്ക് നോർമലി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരിടത്ത് ഹാർഡ് കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഞാൻ ഹാർഡ് കമ്മിറ്റഡ് എന്ന് പറയത്തില്ല, അങ്ങനെ ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ കൺസേൺ ചെയ്ത ഒരാളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ തന്നെ നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്ത് ഓക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്താക്കാന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും തിരിച്ചടികൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേടിക്കും. അങ്ങനത്തെ ഞാൻ ഒന്നാമതേ ഈ പറയണത് പോലെ ബാംഗ്ലൂർ ഭയങ്കര മെസ്ഡപ്പ് ആയിട്ട് ഞങ്ങൾ ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് വന്നത് ഞങ്ങൾക്കൊരു മുട്ടം പണി കിട്ടി കഴിച്ചു. അതായത് ഞങ്ങൾക്ക് 3 ഷോസ് അവിടെ വന്നതായിരുന്നു.
അപ്പോൾ അതിൽ 2 ഷോ അടുത്ത മാസം 15ഉം 17ഉം ആയിട്ട് നമുക്ക് ഡേറ്റ് മാറിപ്പോയി. പക്ഷെ ഞാൻ 3-4 ദിവസം ട്രിപ്പ് എന്നുള്ള രീതിയിൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് നമ്മൾ അവിടെ പോയപ്പോഴത്തേക്കിന് ഒരു ഷോ കഴിഞ്ഞപ്പോൾ 2 ഷോ ക്യാൻസൽ ആയി എന്നുള്ളൊരു സാധനം വന്ന്. അപ്പോഴത്തേക്കിന് ഇത്രയും എഫേർട്ടും എടുത്ത് ടൈം എടുത്ത് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലും എല്ലാം കൂടെ നിന്ന് ബാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബാഡായിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതും കൂടെ നടക്കണത്. മനസ്സിലായി? അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് കൺട്രോൾ കംപ്ലീറ്റ്ലി പോയി. ഞാൻ ആർപ്പിക്കകത്ത് എനിക്ക് അവിടെ PC ഉണ്ടായിട്ട് പോലും ആർപ്പിക്കകത്ത് കയറാനോ ഈ പറയണ ബാക്കിയുള്ള ഇതാക്കാനും ഒന്നും ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതെ പോയി എനിക്ക്. ഞാൻ അന്നേരത്തെ ട്രിഗറിലാണ് തൊപ്പിയുടെ കാര്യം എടുത്ത് വെച്ച് മെൻഷൻ ചെയ്യണേ. ആൻഡ് ഞാനത് പബ്ലിക്കലി പറഞ്ഞ കാര്യമായതുകൊണ്ട് ഞാൻ പബ്ലിക്കലി തന്നെ ഞാനത് അപ്പോളജൈസ് ചെയ്യുവാണ്. തൊപ്പിയെ പോലത്തെ ഒരാളെ പെട്ടെന്ന് ഞാൻ ആ ചാറ്റ് കണ്ട് ട്രിഗറായി ഡ്രാഗ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിൻ്റെ ഞാൻ ഭയങ്കര ഇമ്മച്യൂറായിട്ട് ആൻഡ് എന്താ പറയുക ട്രിഗേർഡായിട്ടാണ് സംസാരിച്ചത്. അത് ഞാൻ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇത് ഞാൻ ഒന്നുകൂടെ പറയുവാണ്, തൊപ്പിക്ക് ഇത് തിരിച്ച് ഇത് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ തൊപ്പിയുടെ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് തൊപ്പി എന്നെ അപരാധം പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു സാധനം പറയണേ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനോട് പറയാനുള്ളത് ഞാൻ ലൈവിൽ തന്നെ പറഞ്ഞോളാം. പക്ഷേ അത് ഞാൻ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ ഞാൻ ചെയ്തത് തെറ്റായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം തൊപ്പിയോട് മാത്രം, വേറെ ഒരുത്തനോടും ഞാൻ പറയത്തില്ല. അത് വേറെ ഈ പേരിടുന്ന അണ്ടിയനെടുത്തതും ഒന്നും ഞാനത് പറയത്തില്ല. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ തിരിച്ച് ഞാനിപ്പോ ഇത് കണ്ടിട്ട് നേരെ വന്ന് പറയുക, ഡാൻസ് മാസ്റ്റർ ഷെഡിക്കണ്ണൻ എന്ന് ഞാനൊരു പേരിട്ട് വിളിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഈ ആരാണോ വിളിക്കുന്നത് ഈ പർട്ടിക്കുലർ ആളിൻ്റെ വീഡിയോസിലും ചാറ്റിലും സ്വന്തം ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയ്ക്കകത്തും അങ്ങനത്തെയൊക്കെ പേരുകൾ വന്ന് സ്പാം ചെയ്യുമ്പോഴേ നിനക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അതായത് ഒരു സൈഡ് മാത്രം കേട്ടോണ്ടിരുന്നിട്ട് എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് പോലും അറിയാതെ നമ്മൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അതായത് ഷമീറിൻ്റെ അടുത്ത് ഞാൻ ഇപ്പോഴും പറയാം, ഷമീറിനെ RPയിൽ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ വളരെ ഇവര് പറയാൻ പോണത് ഈ പറയണത് പോലെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുവാണ്, അത് ചെയ്യുവാണ്, അണ്ടി ചെയ്യുവാണെന്നാണ്. പക്ഷെ ലൈവ് സ്ഥിരം കാണുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് അത്ര പറയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ എനിക്ക് വേണ്ട കേസ്. എൻ്റെ ലൈവ് കാണാത്തവരെ എനിക്ക് ഇമ്പ്രസ് ചെയ്യണ്ട. ഞാൻ MRCയോട് ഞാൻ അന്നും തമാശയ്ക്കും ദേഷ്യം വരുമ്പോഴും എല്ലാം പറയാറുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ പേരിൻ്റെ പുറത്തുണ്ടായിരുന്ന ഒരു പേരാണത്. ഈഗിൾ എന്ന് പറയുന്ന ഐഡന്റിറ്റി 4 പേര് അറിഞ്ഞു തുടങ്ങിയ അത് ഈ പറയുന്ന MRC അല്ല, എൻ്റെ OG MRC. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് BGIS ക്വാളിഫൈ ആയ ഞങ്ങളുടെ ലൈനപ്പ് ഞാൻ റസിന് വെനം, ഗോഗു, നമ്മുടെ ഇവന്, നമ്മൾ ഇത്രയും ആ MRC ഉണ്ട്. എനിക്ക് മനസ്സിലായി ആ MRC ഞങ്ങൾക്ക് അത് BGS PMI അങ്ങനെന്തോ ആണെന്നോ ഏതോ ഒരെണ്ണമാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ബ്ലൈൻഡിന് മുമ്പേ ക്വാളിഫൈ ആയത് ഞങ്ങളാ. ഇപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എൻ്റെ ഒരു 1v2 അതും ഇതൊക്കെ കിടപ്പുണ്ട്. ഇപ്പോഴും ബാറ്റിൽ ഗ്രൗണ്ട് PUBG ആയിരുന്ന സമയത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങനൊക്കെ ആ സമയത്ത് കളിക്കുന്ന ആരും ഇല്ലായിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വന്ന് പെർഫോം ചെയ്ത് ഒരു ക്ലിപ്പ് പോലും ഇല്ല. ആ സമയത്ത് ഈ പറയുന്ന ഓഡിയൻസും വളരെ വലുതായിട്ടില്ലായിരുന്നു. PMC ആണോ ജോക്കി? ഏതാണെന്ന് ജോക്കിയത്? ജോക്കി PMC ആണല്ലേ? PMCO ക്വാളിഫയേഴ്സ് ആ MRCയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. മനസ്സിലായ? ഈ കോമ്പറ്റേറ്റീവ് എന്നുള്ള പറയുന്ന ഒരു സാധനം മെന്റൽ പ്രഷർ കൊണ്ട് നിർത്തിയതാ ഒരു പെർട്ടിക്കുലർ ടൈമിൽ. അല്ലാതെ അത് കളിക്കാനുള്ള കഴിവില്ലായിരുന്നു അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും അല്ല. ആരും എത്താതിരുന്ന സമയത്ത് എത്തിയതിൻ്റെയാണ് ഇന്നും ഇങ്ങനെ നിൽക്കുന്നത്. ആ സമയത്ത് അങ്ങനെ ആരും ഇല്ലായിരുന്നു. അതാണ് ആ സമയമായിരുന്നു OG ഒരു MRC. അത് കഴിയുമ്പോഴാണ് ബ്ലൈൻഡ് വരുന്നത്. മനസ്സിലായി? അത് കഴിയുമ്പോൾ സൈക്കോ വരുന്നു. സൈക്കോയുടെ കോമ്പറ്റേറ്റീവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതാക്കുന്നു. അങ്ങനത്തെ ടൈം തൊട്ട് ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ പേരിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന 3 അക്ഷരമാണ്. അതിനോട് എനിക്ക് ഈഗോ എന്ന് നാട്ടിലുള്ള എല്ലാവന്മാരും ഈ RPയുടെ പേരിൽ ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇവരുടെ കൂടെ നിൽക്കാനും ഇവരുടെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനും ഇതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാനും ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓഫ്ലൈനിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാക്കിനോട് കുറെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം സംസാരിച്ചിട്ടുള്ള സ്ഥിതിക്ക് എനിക്ക് ഇത് കേൾക്കുമ്പം എനിക്ക് ഇവരോട് ഈഗോയാണ്, ബിട്രയലാണ്, അതാണ് ഇതാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ അതിൻ്റെ ട്രിഗറിലാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതും ഇതാക്കിയതും. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം.
ഒരു പ്രശ്നവും ഒന്നുമില്ല. ഇനി തെറി പറയാ തള്ളക്കി പറയാം എന്ത് നീ അതൊക്കെ ചെയ്ത. പക്ഷെ എൻ്റെ ഓൺ സ്ട്രഗിൾ കൊണ്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയതാണ്. അവൻ ഹെൽപ്പ് ചെയ്ത് തൊപ്പിയുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാവരും ബ്രോ ഷമീർ അവൻ്റെ ഓൺ സ്ട്രഗിൾ കൊണ്ട് ബ്രോ പുള്ളി ഓൺ സ്ട്രഗിൾ കൊണ്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയതാണെങ്കിലേ ബ്രോ എൻ്റെ ഇതൊക്കെ എന്ത് ഇമ്മച്യൂർ ആസ് ഫക്ക് എന്നോ? അഭിനവേ ഇത് ഇമ്മച്യൂരിറ്റി അല്ല ബ്രോ. ഒരാൾ എക്സ്ട്രീംലി മൈൻഡ് ഫക്ഡ് ആവുന്ന സമയത്ത് വരുന്ന ഒരു ട്രിഗറാ. മനസ്സിലായോ? ചെയ്ത് കൊടുത്തിട്ടും നമ്മൾ ചെയ്ത് നിന്നിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചെയ്തില്ല എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെന്റൽ ഫ്രസ്ട്രേഷൻ ആണത്. അത് ബ്രോയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരാളുടെ അടുത്ത് കമ്മിറ്റ്മെന്റോട് കൂടി നിന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ നിന്നാലേ നിനക്കത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഞാനും ഇപ്പം നീ പറഞ്ഞില്ലേ മറ്റേ ഹാർഡ് വർക്കും കമ്മിറ്റഡും, ഞാൻ എങ്ങനെയാ വന്നതെന്നുള്ള സ്റ്റോറിയൊക്കെ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ ഓഡിയൻസിന് മടുത്തു പോകും. നീ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഞാൻ എങ്ങനെയാ വന്നതെന്ന് നീ എപ്പോഴെങ്കിലും ഒന്ന് എൻ്റെ ഇതൊന്ന് അന്വേഷിച്ചാൽ മതി. വായിൽ സ്വർണ്ണക്കരണ്ടി ആയിട്ടല്ല ഞാൻ ജനിച്ചത്. മനസ്സിലായോ? സ്വർണ്ണക്കരണ്ടി ആയിട്ടല്ല ജനിച്ചത്. എനിക്ക് ആ കരണ്ടി കൊണ്ടുതരാൻ ആരും എനിക്കില്ലായിരുന്നു. ആ കരണ്ടി എൻ്റെ കയ്യിലോട്ട് കൊണ്ടുതരാൻ അത് ഞാൻ സ്വന്തമായിട്ട് ഞാനായിട്ട് പോയി കണ്ടുപിടിച്ചെടുത്തതാണ്. അല്ലാതെ സ്വർണ്ണക്കരണ്ടി എൻ്റെ വായിക്കകത്തോട്ട് വെച്ച് തരാൻ വേണ്ടി ആരും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞ കഴിച്ച് ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ലായിരുന്നു ഇന്ന് ലൈവ് ഇട്ട്. ഞാൻ സ്റ്റോറി ഇട്ടതിന് ശേഷം എനിക്ക് MRCയുടെ ഓണേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാരിലും അഡ്മിൻ പാനലിലും എനിക്ക് സ്റ്റിൽ റെസ്പെക്റ്റ് ഉള്ള കുറേ പേരുള്ളത് കൊണ്ട് ഞാനിത് എനിക്ക് അവരാതോ ഞാൻ തെറി പറയാനും ആക്കി ഇരിക്കുന്നില്ല. അത് ഒരുത്തനോടുള്ള പേടിയും പറയും കൊണ്ടല്ലെന്ന് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനി എന്താ പറയാ, എങ്ങനെ വേണേ കൺവേർട്ട് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതാക്കാം. എൻ്റെ അടുത്ത് ഇനി ഇതിന്റെ പേരിൽ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അപരാധിക്കാനാണ് പ്ലാനെങ്കിൽ ഞാനത് മിണ്ടാതിരിക്കത്തില്ല. അത് ഞാൻ ഉറപ്പാണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇത് കണ്ടിട്ടും വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് എന്നെ അപരാധിക്കാനും പേരിടാനുമാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ അടുത്ത ലൈവ് ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. ഇത് ഞാൻ അശ്വിൻ ചേട്ടനോടുള്ള എൻ്റെ ഒരു സ്നേഹവും ഗ്രാറ്റിറ്റ്യൂഡും എനിക്കുള്ളത് കൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ഒരു റെസ്പെക്റ്റോടുള്ളത് കൊണ്ട് ഞാനിത് ഇങ്ങനെ നിർത്തുന്നു, ഇങ്ങനെ ഇതാക്കുന്നു. എനിക്ക് ഇത്രയും കാര്യം പറയാനുണ്ടായിരുന്നു, ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ലാസ്റ്റ് വീഡിയോ അമ്പത്തൂരിന് അണ്ടി എന്ന് പറഞ്ഞു. ഞാൻ ഈ പെണ്ണുമായി സംസാരിക്കാന്നല്ല, എനിക്ക് ആരും അമ്പത്തൂരിന്നോ ഇത് TV-യിൽ ഉള്ളതാണെന്നോ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇത് കാണുന്നുമില്ല, ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല, എന്റെ ഫോക്കസ് മൊത്തം ഇതിലാ. അപ്പൊ ഞാൻ പറഞ്ഞ അമ്പത്തൂരിന്റെ അണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഇവനിത് ബാക്കിൽ നിന്ന് കണ്ടു, ഓന് കൊണ്ടു. മനസ്സിലായോ? തമാശക്ക് പറയാൻ വേണ്ടി ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ല. എനിക്ക് അറിയത്തില്ല ഇവനെ. അതാ ഞാൻ പറഞ്ഞത്, അതാ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞത്. ഇതില് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത്